ഇ-പോസ് തകരാറ് മൂലം പലയിടങ്ങളിലും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഇ-പോസ് തകരാറ് മൂലം സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടു. ഐ.ടി സെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ മാസം ഇത് രണ്ടാം തവണയാണ് റേഷൻ വിതരണം തടസ്സപ്പെടുന്നത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് എല്ലാവർക്കും നൽകുവാനുള്ള ധാന്യങ്ങൾ കടകളിൽ ഇല്ല. നാളുകളായി തുക കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാനാവാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയില്ല. സ്ഥലത്തില്ലാത്തവരെ നോൺ റെസിഡന്റ് കേരള (NRK) വിഭാഗത്തിൽ രേഖപ്പെടുത്തും. നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ രജിസ്റ്റർ ചെയ്താൽ മതി. 2024 സെപ്റ്റംബർ മാസത്തിലാണ് മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് eKYC തുടങ്ങിയത്. 1.48 കോടി പേരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇതേവരെ 1.34 കോടി ആളുകൾ മാത്രമേ ചെയ്തുള്ളൂ. 14 ലക്ഷം പേർ എന്തുകൊണ്ട് ഒഴിവായി എന്നുള്ളത് അന്വേഷിക്കും. ഇതിന് റേഷൻ കട ഉടമകളുടെ സഹായത്തോടെ റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തും. ഡിസംബർ 31 വരെയാണ് മസ്റ്ററിംഗ് അവസരം നൽകിയെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾക്ക് ടൈഡ് ഓവൺ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന 3.99 ലക്ഷം ടൺ അരി വിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തൽക്കാലം കേന്ദ്രം പരിഗണിക്കുന്നില്ല. 2016 ഭക്ഷ്യനിയമം നടപ്പിലാക്കിയപ്പോൾ 57% കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത്. ഇവർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട്. 3.99 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം ഇതിന് തരുന്നത്. കഴിഞ്ഞ മാസവും ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സെൻസസിനു ശേഷം മാത്രമേ പരിഗണിക്കൂ എന്നായിരുന്നു നിലപാട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.